അടൂരിന് അടിതെറ്റിയോ എന്ന ചോദ്യത്തിന് അടൂരിന് അടിതെറ്റി എന്നുള്ളതാണ് അഭിപ്രായം. അദ്ദേഹത്തിന് ജനാധിപത്യപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയ ശരിയോടെ സംസാരിക്കാൻ, പെരുമാറാൻ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കുന്നത് നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഈ ഇൻറ്റൻസീവ് ട്രെയിനിങ് എന്ന വാക്കാണ് സ്ത്രീകൾക്കും SC/ST വിഭാഗത്തിനും നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് 3 മാസത്തെ കാലയളവാണല്ലോ. ഈ 3 മാസം കൊണ്ട് സ്ത്രീകൾക്കും SC/ST വിഭാഗത്തിനും സിനിമ ചെയ്യാൻ ട്രെയിനിങ് കൊടുക്കണം. അല്ലാതെ സിനിമാ മോഹമായി ചെന്ന് സർക്കാരിനെ സമീപിക്കുമ്പോഴേക്കും 1.5 കോടി എടുത്തു കൊടുക്കുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എവിടെയാണ് ഈ പ്രസംഗം നടത്തുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഒരു സിനിമാ കോൺക്ലേവിലേക്ക് സർക്കാർ എത്തുന്നത്? ഇവിടെ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം, അതിന്മേലുള്ള വലിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. ആ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ഇവിടെ ഒരു ഹേമ കമ്മിറ്റി വരുന്നു. ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്തുവിടണമെന്നുള്ളൊരു ചർച്ച നടക്കുന്നു. ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്തുവിടേണ്ട, അതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖല നന്നായാൽ മതി എന്നൊരു അഭിപ്രായം വരുന്നു. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിടേണ്ടതില്ല എന്ന ഭൂരിപക്ഷ അഭിപ്രായം വരുമ്പോൾ സിനിമാ മേഖല നന്നാക്കിയാൽ മതി എന്ന രൂപത്തിൽ അഭിപ്രായം വരുമ്പോൾ ഒരു സിനിമാ നയം രൂപീകരിക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളെയും ഒരുമിച്ചിരുത്തി ഒരു സിനിമാ കോൺക്ലേവ് നടത്തുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു വിപുലമായ ഒരു ചർച്ച, ഒരു സിനിമാ നയം കൊണ്ടുവരാനുള്ള ചർച്ച, അവിടെ ലിംഗനീതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. അടിസ്ഥാനപരമായി അതാണ് വിഷയം. ആ വിഷയത്തിൽ നടന്ന ചർച്ചയുടെ സമാപനത്തിൽ ഇതാണ് ലിംഗനീതി എന്ന് വ്യക്തമാക്കുന്ന, ഈ സിനിമാ മേഖലയിലെ എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധായകൻ, കാലങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 60 വർഷമായി ഞാൻ ഈ സിനിമാ മേഖലയിലുണ്ട്, സിനിമാ മേഖലയുടെ A to Z അറിയാവുന്നൊരു സംവിധായകൻ പറയേണ്ട വാചകങ്ങളാണോ എന്നതിൽ അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം അടിമുടി സ്ത്രീകളെയും SC/ST വിഭാഗത്തെയും അപമാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അപമാനകരമായ വാക്ക് ഈ പണം കറപ്ഷൻ ഉണ്ടാകും, ഈ പണം ഉപയോഗിച്ച് അഴിമതി ഉണ്ടാകുമെന്നുള്ള വാക്കാണ്. എങ്ങനെയാണ് അഴിമതി ഉണ്ടാകുക? അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് അറിയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഈ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ പ്രോസസ്സിലൂടെ, ഇപ്പോൾ ജിമ്മി വിശദീകരിച്ചല്ലോ, അപ്പോൾ ആ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയിട്ട് എല്ലാവരും സിനിമാ മോഹമായി ചെല്ലുന്ന ഒരാൾക്ക് പെട്ടെന്ന് 1.5 കോടി എടുത്തു കൊടുക്കുകയല്ല. അത് അങ്ങനെയല്ല. ഞാൻ ചെയ്ത സിനിമകൾ, അദ്ദേഹം പറയുന്നതാണ്, ഞാൻ ചെയ്ത സിനിമകൾ 1 കോടിക്കപ്പുറം പോയിട്ടില്ല, 30 ദിവസത്തിനപ്പുറം പോയിട്ടില്ല. അതിനൊരു പ്രീ പ്ലാനിംഗ് ഉണ്ട്. എപ്പോൾ തുടങ്ങണം, എപ്പോൾ തീർക്കണം, അതിൻ്റെ ലൈറ്റിംഗ് എങ്ങനെയാണ്, എല്ലാ സിനിമയുടെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് എനിക്ക് ജ്ഞാനമുണ്ട്. എനിക്കപ്പുറം ഒരു ജ്ഞാനമുള്ള ആരുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കപ്പുറം സിനിമാ മേഖലയെക്കുറിച്ച് അറിയുന്ന ആരുണ്ട്? അതുകൊണ്ടാണ് പുഷ്പവതിയുടെ ചോദ്യം അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അപ്പോൾ പുഷ്പവതി ആരാണ്? ഇപ്പോൾ വല്ലയിടത്തുനിന്നും കയറി വരുന്ന സ്ത്രീകൾക്ക് കയറി വന്ന് സംസാരിക്കാൻ ഉള്ള സ്ഥലമാണോ കോൺക്ലേവ് എന്നാണ് ചോദിച്ചത്. അങ്ങനെയല്ല, അവർ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ്. അവരെന്താണ്? ചലച്ചിത്ര പിന്നണി ഗായികയാണ്. അതുകൂടാതെ സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയാണ്. അത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയ്ക്ക് എന്താണ് ഇവിടെ കാര്യമെന്നാണ് ചോദിക്കുന്നത്. അവിടെ പല കാര്യം ഈ സിനിമാ മേഖലയിലുള്ളവർ മാത്രമല്ല, എഴുത്തുകാരുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സ്നേഹിക്കുന്ന, സർക്കാരുമായി അടുത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാരായ ആളുകൾ അടക്കം അവിടെയുണ്ട്. എന്റെ സിനിമയിൽ പാട്ടില്ല, എന്റെ സിനിമയിൽ പാട്ടില്ലെങ്കിൽ പിന്നെ പാട്ട് വേണ്ട. എന്റെ സിനിമയാണ് ആത്യന്തികമായ അവസാന വാക്ക്, അതിലപ്പുറം ആരും മിണ്ടാൻ പാടില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ ചെമ്പ് നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. ഇതിനു മുൻപ് നമുക്ക് ഓർക്കണം, അദ്ദേഹം അവസാന സിനിമ എടുത്തത് 12 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ 12 വർഷങ്ങൾക്ക് മുമ്പത്തെ ഈ സിനിമയിൽ പണം ചെലവാക്കുന്ന കണക്ക് അങ്ങ് ഒന്ന് വിശദീകരിക്കണം. 1.5 കോടി എന്നുള്ള അധിക ചെലവാണ്. 50 ലക്ഷത്തിന് സിനിമ എടുത്തോളാം. അത് പെണ്ണുങ്ങളും SC/STക്കാരും ആകുമ്പോൾ 50 ലക്ഷത്തിൽ തീർത്തോളാം, അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ അത് അധിക ചെലവാണ്, അല്ലെങ്കിൽ അവർ അത് അഴിമതി കാണിക്കും. അതാണല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം 12 വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിരിക്കുന്ന ഒരു സിനിമ, അതാണ് പിന്നെയും എന്ന സിനിമ. അത് ഈ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി നായകൻ, 8ാം പ്രതി നിർമ്മാതാവ്. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഇഷ്ടം, അദ്ദേഹം അഭിനയിപ്പിക്കുന്നു, അദ്ദേഹം നിർമ്മാതാവാക്കുന്നു, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം അതിനുശേഷം പ്രതികരണം നടത്തുകയും കൂടി ചെയ്തു. അന്ന് നടിയെ ആക്രമിച്ച കേസുണ്ടോ? പിന്നെ അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചു. ഞാൻ ആ സിനിമ ആ സിനിമ എടുക്കുമ്പോൾ നല്ല, അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ച കാര്യം ഇതാണ്, ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല, അങ്ങനെ ചെയ്യില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. ഒരു കേസ് വരുമ്പോൾ അങ്ങനെയാണോ പ്രതികരിക്കുക എന്നൊരു വിഷയമുണ്ട്. കേസ് വന്നു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് അഭിപ്രായം പറയുന്നത് ദിലീപ് അങ്ങനെ ചെയ്യില്ല എന്ന വാക്ക് അദ്ദേഹം പ്രയോഗിച്ചു. ശരി, അത് അവിടെ നിൽക്കുന്നു. പിന്നെയുണ്ടല്ലോ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട വിവാദം നമ്മൾ കുറേ ദിവസം ഇവിടെ ചർച്ച ചെയ്തതാണ്. അന്ന് അദ്ദേഹം അവിടെ ഈ ബാത്റൂം കഴുകേണ്ടി വന്ന തൊഴിലാളികളുടെ പ്രതികരണത്തെ അഭിനയിച്ച് കാണിച്ചു, കരഞ്ഞുകൊണ്ട്. കള്ളക്കൂട്ടങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോനില എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് വ്യക്തമായതാണ്. അപ്പോൾ ഈ കാര്യം അദ്ദേഹം ഈ ഒരു പൊതുമണ്ഡലത്തിൽ പറയാമോ എന്നതിലാണ് അദ്ദേഹത്തിന് ട്രെയിനിങ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ സവർണ മനോഭാവം പുറത്തു വരാതിരിക്കാൻ അദ്ദേഹത്തിന്
നല്ല ക്ലേശമായിരിക്കുമെങ്കിൽ അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. സിനിമാ മേഖലയിലെ മുഴുവൻ കാര്യങ്ങളും അറിയാമെന്ന് പറയും. ഇന്നിപ്പോൾ എവിടെയൊക്കെയാണ് പ്രതിഷേധമുണ്ടായത്? ചാല മാർക്കറ്റിൽ നിന്നുള്ള തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നു. എല്ലാവർക്കും അഭിമാനമില്ലേ? ഈ ഫിലിം ഫെസ്റ്റുകളിൽ സിനിമ കാണുമ്പോൾ അതിൽ അത്യാവശ്യം ലൈംഗികത കൂടുതലുള്ള സിനിമകളുണ്ടെങ്കിൽ അത് കാണാൻ മാർക്കറ്റിൽ നിന്നുള്ളവർ ഓടി വരികയാണ്. അവരെ തള്ളി മാറ്റേണ്ടി വന്നു. അപ്പോൾ ചാല മാർക്കറ്റിൽ ഉള്ള ആളുകളാണെന്ന് ഉറപ്പുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അന്ന് അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇത്രയും ഉത്തരവാദിത്തമില്ലാതെ വെറുതെ പുറത്ത് ആളുകളോട് നമ്മൾ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞുകൂടാത്ത കാര്യമാണ്. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗത്തിൽ ആധികാരികമായി പറയുകയാണ്. അപ്പോൾ ഈ ഒരുപാട് ചലച്ചിത്രങ്ങൾ എടുത്താൽ അദ്ദേഹം പറയുന്ന ലോകോത്തര സിനിമകൾ എടുത്ത ഒരു സംവിധായകൻ എങ്ങനെയാണ് ആളുകളെ കാണുന്നത്, സ്ത്രീകളെ കാണുന്നത്, തൊഴിലാളികളെ കാണുന്നത്, ദളിതരെ കാണുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി പൈസ സിനിമ എടുത്തവരുടെ സിനിമയൊക്കെ അന്തർദേശീയ മേളകളിലേക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഷാങ്ഹായ് ചലച്ചിത്രമേളയിൽ പുതുമുഖ സംവിധായകരുടെ മത്സര വിഭാഗത്തിൽ ഈ സ്കീമിൽ നിർമ്മിച്ച വിക്ടോറിയ എന്ന സിനിമയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ ശ്രുതി ശരണ്യം എന്ന് പറഞ്ഞൊരു സംവിധായക, വനിതാ സംവിധായക എന്ന നിലയ്ക്ക് സർക്കാരിൻ്റെ സഹായം കിട്ടിയതാണ്. അവർ പറയുന്നു B32 മുതൽ 44 വരെ എന്ന സിനിമ എടുത്ത് അവർക്ക് സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്നു ഈ 1.5 കോടി മതിയാകുന്നില്ല, അതുകൂടാതെ സ്വന്തം കയ്യിൽ നിന്നും പൈസ ചിലവാകുന്നുണ്ട്, 2 വർഷം വേണ്ടി വന്നിട്ടുണ്ട്. ഈ അവാർഡ് നേടി ഈ സിനിമ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഈ സിനിമ അതിനുശേഷം അടുത്തൊരു സിനിമയ്ക്ക് നിർമ്മാതാക്കളുടെ മുന്നിൽ അല്ലെങ്കിൽ താരങ്ങളുടെ മുന്നിലൊക്കെ പോയി ചോദിച്ചിട്ട് ആരും തയ്യാറാകുന്നില്ല പണമിറക്കാൻ. അപ്പോൾ ഇതൊരു സ്ട്രഗിളാണ്. ഈ സ്ട്രഗിൾ എല്ലാവർക്കുമുണ്ട്. ഇതിപ്പോൾ സ്ത്രീകൾക്കും ദളിതർക്കും എന്നുള്ള എല്ലാ ഒരു സ്ട്രഗിളുണ്ട്. ആ സ്ട്രഗിളിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഈ വിഭാഗമാണ്. അവർക്ക് ഒരു സഹായവുമായി സർക്കാർ ഒരു വലിയ പദ്ധതിയുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. വലിയ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. ഇപ്പോൾ ദിനുവയിൽ ഇതിലൊരു കേസ് കൊടുത്തു, പോലീസിൽ കേസ് കൊടുക്കുന്നു, SC കമ്മീഷന് പരാതി കൊടുക്കുന്നു. അത് ദിനുവയിൽ പറയുന്നുണ്ട് അടൂർ എന്ന ഒരു വലിയ സംവിധായകനെ ജയിലിലടക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല, അത് ഒരു സന്ദേശമാവുകയാണ്. കാരണം എന്ത് പ്രതികരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കരുതൽ വേണം ഈ കാലത്ത്. നമുക്കൊരു മൊബൈൽ ഫോണിൽ 3 മിനിറ്റ് സിനിമകൾ വരെ എടുക്കുന്ന കാലമാണ് ഇപ്പോഴത്തെ മിടുക്കന്മാരായ കുട്ടികൾ. അതിൽ ഡയലോഗ് ഉണ്ടാവില്ല, ദൃശ്യങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്ന കാലമാണ്. എത്ര വേഗം അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നു. അപ്പോൾ എത്രത്തോളം സാങ്കേതികമായ സിനിമയൊക്കെ മുന്നേറിയിട്ടുണ്ട്. 12 വർഷം മുൻപ് സിനിമയെടുത്ത ആൾക്ക് സിനിമാ മേഖലയിലെ എല്ലാ മാറ്റങ്ങളും അറിയാമെന്ന് പറയുന്നു. അദ്ദേഹം പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ മേഖലയിലേക്ക് അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. പുഷ്പവതി പറയുന്നു, ഞാൻ പ്രതികരിച്ചത് എൻ്റെ പിൻതലമുറക്കാർ എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ കൂടെ ഇപ്പോൾ കഴിയുന്നവർ എങ്ങനെ കഴിയുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പ്രതികരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. അല്ലാതെ സിനിമയെക്കുറിച്ച് ആദ്യന്തം അറിയുന്ന ഒരാൾ പ്രതികരിക്കണം, അല്ലാതെ ആരും മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒരു യുക്തിയുമില്ല. അതിൽ വന്നിരിക്കുന്ന സർക്കാരിൽ നിന്ന് വന്ന പ്രതികരണം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് മന്ത്രി ആർ ബിന്ദു പറയുന്നുണ്ട് ക്യാമറ കണ്ണ് പുരുഷൻ്റെ കണ്ണാണ്, പുരുഷൻ്റെ കണ്ണിലൂടെയാണ് ക്യാമറ സഞ്ചരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായ പ്രതികരണമാണ് മന്ത്രി ആർ ബിന്ദു നടത്തിയത്. അപ്പോൾ ഒരു സ്ത്രീക്ക് അത് പ്രതികരിക്കാൻ കഴിയും. മന്ത്രി VN വാസവൻ്റെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ. ഷംസീർ പക്ഷേ അടൂർ അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറയും. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സർക്കാരിൽ നിന്ന് വരുന്നുണ്ട്. അടൂറിന് തിരുത്താം, വേണമെങ്കിൽ തിരുത്താം. അടൂർ തിരുത്തുമെന്നൊന്നും കരുതുന്നില്ല. കാരണം ഇന്നലെ പറഞ്ഞതിലും വളരെ ഗുരുതരമായിട്ടാണ് ഇന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. കഴിയുന്നതും അദ്ദേഹം മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഇനിയും കേസുകൾ വരും. കാരണം ഇവിടെ പ്രതികരിക്കുന്ന ഒരു ജനതയുണ്ട്. ആ പ്രതികരിക്കുന്ന ജനത പാഠം പഠിപ്പിക്കും എന്നുള്ളതാണ്. പബ്ലിസിറ്റി വേണം. അതായത് പുഷ്പവതിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ പത്രത്തിൽ ഫോട്ടോ വന്നല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് പുഷ്പവതിയെ പോലുള്ള ഒരാൾ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ അറിയില്ല എന്ന് പറയുന്നതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ അറിയാത്ത ഒരാളെക്കുറിച്ച് മിണ്ടാതിരിക്കാമല്ലോ. അത് ചെയ്യാതെ വീണ്ടും അപമാനിക്കുന്നു, ചന്തയിലേക്കെന്ന പോലെ വരുന്നു എന്നാണ് അദ്ദേഹം പിന്നീട് ഇന്ന് വിശദീകരിക്കുമ്പോൾ അത് പറയുന്നത്. അപ്പോൾ വീണ്ടും അപമാനിക്കാനുള്ള ശ്രമമാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വലിയ സംവിധാനത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറിയ മനസ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. Meet the editors.